അപ്പോൾ നമ്മുടെ യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധനുഷ്കോടി കാണാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം നല്ല വെയിലൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളിത്തിരി നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ APJ അബ്ദുൽ കലാമിൻ്റെ അവിടുത്തെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയേക്കണേ കേട്ടോ. അപ്പോൾ ധനുഷ്കോടിയിലോട്ടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ അവിടുത്തെ നമുക്ക് നിങ്ങൾ പോയവർക്കൊക്കെ കണ്ടിട്ടുണ്ടാകാം, അതൊരു തുറമുഖ പട്ടണമായിരുന്നു ആദ്യകാലത്ത്. പക്ഷേ അവിടുത്തെ ഒരു ചുഴലിക്കാറ്റ് 1964 ഒരു ചുഴലിക്കാറ്റിൽ നശിച്ചു പോയൊരു പട്ടണമായിട്ടാണ് നമുക്ക് ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മറ്റുള്ള എല്ലാവരും പറഞ്ഞേക്കണം കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ കാണാൻ പറ്റും, നമുക്കൊരു പള്ളി ഉണ്ടായിരുന്നു, അവിടെ സ്കൂളുണ്ടായിരുന്നു, അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ അവിടെ ഒരു നല്ലൊരു തുറമുഖ പട്ടണമായിട്ടാണ് അത് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ എടുത്ത ഒരു ആ ചുഴലിക്കാറ്റോടുകൂടി ഇപ്പോൾ ഒരു പ്രേതനഗരം പോലെയാണ് കിടക്കുന്നത്. കാരണം ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും, ഒരിത്തിരി ഇരുട്ടായിപ്പോയി. ആ സമയത്ത് പോലും അവിടെ നിൽക്കുമ്പോൾ നമുക്ക് പേടിയാവും. കാരണം അവിടെ ഭയങ്കര ഇരുട്ടും ഒരു എന്താ പറയുക, അതായത് ബിൽഡിങ്ങൊക്കെ പൊളിഞ്ഞ് പട്ടികളും അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും ഒന്ന് പേടിച്ച് പോയി അവിടെ നിന്നപ്പോൾ എല്ലാം ഒറ്റയ്ക്കായിപ്പോയി ഞാനവിടെ. പക്ഷേ ഞാൻ അവിടെ നിന്ന് ഓടി വരികയാണ് ചെയ്തത്. കാരണം ചിലപ്പോൾ ഒന്നും ഉണ്ടായിട്ടല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴായാലും പറയുന്നത് വെച്ചാൽ പ്രേതനഗരം എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ഇനി താമസിക്കാൻ പറ്റില്ല എന്നുള്ളത് ഗവൺമെൻറ് വരും പറഞ്ഞേക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെ കിഴക്ക് വശത്ത് വരുന്നത് ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് വശം ഇന്ത്യൻ മഹാസമുദ്രമാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മളിപ്പോൾ ഈ കാണുന്നത് നമ്മൾ കിഴക്ക് വശം കൊണ്ടു വന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മണൽത്തട്ടയും അങ്ങനെ അധികം ഇതൊന്നുമില്ല, കാരണം സൈലൻ്റ് ആണത്. പക്ഷേ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഈ വീഡിയോയിൽ ഇല്ല, ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണിക്കാൻ പറ്റും. അവിടെ എന്ന് വെച്ചാൽ തിരകളും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ട്. ഇപ്പുറത്ത് മണൽ പോലെ കിടക്കണം, പിന്നെ ഒരുപാട് മണൽത്തിട്ടകളായിട്ട് അങ്ങനെ നീണ്ട് കിടക്കേണ്ടത്. അത് നമുക്കൊരു പരിധി ഇങ്ങനെ അപ്പം നമുക്കല്ല അങ്ങനെ കാണാൻ പറ്റും, അങ്ങനെ മണലായിട്ട് ഇങ്ങനെ കിടക്കണം അവിടെ വരെ കേട്ടോ. നമുക്ക് ഇതിന് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഓരോരുത്തർ പറയുന്നതനുസരിച്ചും ഇതിനകത്ത് വെച്ച് നോക്കിയിട്ടൊക്കെ ഉള്ള ഇതാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടാവും, അപ്പോൾ അത് തിരുത്തി നിങ്ങളത് ഓക്കെ ആയിക്കോളണം കേട്ടോ. അപ്പോൾ ധനുഷ്കോടിലോട്ട് വന്ന വഴിയാണ് ഇന്ത്യയുടെ അവസാനത്തെ റോഡായിട്ട് കാണുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഈ ശ്രീലങ്കയിലോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 29 കിലോമീറ്റർ എന്തോ ലെങ്ത്തുള്ളൂ. ഇവിടെ നിന്ന് എന്തോ അതിർത്തിയായിട്ട് വരുമ്പോൾ എന്ന് വെച്ചാൽ നിസ്സാര മീറ്ററുകളുടെ വ്യത്യാസമുള്ളൂ. കാരണം അത് നമുക്കവിടെ ബൈനോക്കുലർ വെച്ച് അവിടെ കാണാനുള്ള സൗകര്യം ഉണ്ട്. അവരവിടെ കാണിച്ചു തരുന്നുണ്ട് ഓരോ ദ്വീപുകൾ, ഇന്ന മണൽത്തട്ട് ഇന്നത് മണൽത്തട്ട് എന്നൊക്കെ. അപ്പോൾ നമ്മുടെ കൂടെ അവിടെ കസ്റ്റംസിൽ വർക്ക് ചെയ്തൊരു ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആ ചേട്ടനും നമ്മളോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ ആളും പറഞ്ഞു ഞങ്ങൾ അവിടെ ബോട്ടിന് അവിടെ വരെ ചെല്ലാൻ. അപ്പോൾ നിസ്സാര ഗ്യാപ്പുകൾ മാത്രം വരുള്ളൂ, അപ്പുറം ഇപ്പുറവും കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, പണ്ട് കാലത്തൊക്കെ ഞാൻ കേട്ടേക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ലൈറ്റ് കാണാം, ശ്രീലങ്കയുടെ ഒരു സൈഡിൻ്റെ ലൈറ്റ് കാണാമെന്ന്. പക്ഷേ അത് അന്ന് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ഞാൻ ഇന്നിപ്പോൾ അവിടെ വേറെ ആളോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഈ ബൈനോക്കുലറിൻ്റെ അവിടെ ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ലൈറ്റ് കാണാൻ പറ്റില്ല എന്നുള്ളൊരു ഇതാണ് അവർ പറഞ്ഞത് കേട്ടോ. പക്ഷേ അത് അവിടെ ഷിപ്പുകളൊക്കെ അവിടെ മീൻ പിടിക്കുന്ന ബോട്ടുകളുടെ ലൈറ്റും കാര്യങ്ങളൊക്കെയാണെന്നാണ് പിന്നീട് പറഞ്ഞത് കേട്ടോ. എങ്ങനെയാണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. എങ്കിലും അധികം ലെങ്ത്ത് വന്നില്ല, 29 കിലോമീറ്റർ വന്നുള്ളൂ. പക്ഷേ 29 കിലോമീറ്ററിൽ നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ അതിനുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റും, പക്ഷേ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഉണ്ട്. അതേപോലെ തന്നെ ആ പള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ഒരു കൂടി വന്നു 2-3 വർഷം കൂടി നിൽക്കുള്ളൂ അത് അവിടുത്തെ അതേപോലത്തെ അത് ഇങ്ങനെ ഉപ്പുകാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ വിട്ട് വീഴാറ്, അതിന് ഒരു സൈഡും കൂടി വീഴാനുള്ളൂ. അപ്പോൾ ഇനി അത് കാണണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വീഡിയോയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ വീഡിയോയിൽ അത് ഉൾക്കൊള്ളിച്ചിട്ടില്ല, ഞാൻ നാളത്തെ വീഡിയോയിൽ അത് മാത്രം ഇട്ടിട്ടുണ്ട്. കാരണം ലെങ്ത്തുകൾ കൂടുതലൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് അത് എന്താ പറയുക കാണാനുള്ള ഇൻട്രസ്റ്റ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാളെ ഇറങ്ങുന്ന വീഡിയോയിലായിട്ട് അങ്ങനെ ഒരേ ഘട്ടഘട്ടമായിട്ടുള്ള വീഡിയോയിലുണ്ട് നമ്മൾ അത് ചെയ്യാനായിട്ടാ. പക്ഷേ അവിടുത്തെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, ഒരു പള്ളി ഉണ്ടായിരുന്നു, ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഇതെല്ലാത്തിൻ്റെയും നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തി. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നിസ്സാരം ഒരു 100 പേരോ അത്രയൊക്കെ അവിടെ ഉണ്ടാകുന്ന തന്നെ നമുക്കറിഞ്ഞു. കുറച്ച് ആൾക്കാർ അവിടെ കാണാൻ പറ്റുള്ളൂ, ചെറിയ ചെറിയ കടകളൊക്കെ ആയിട്ട് അവിടെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ 1964 ഡിസംബറിൽ ഒരു ചുഴലിക്കാറ്റിൻ്റെ ഭാഗമായിട്ട് നശിച്ചു പോയൊരു നഗരമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അവിടേക്ക് ജസ്റ്റ് ഒന്നൊരു യാത്ര നമുക്കൊരു വട്ടം പോയെങ്കിലും കണ്ട് എന്താണ് നമ്മുടെ ലാസ്റ്റ് അവസാനം അറ്റം ഒന്ന് കാണാനുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്കും പോയി കാണാൻ പറ്റുന്നവർക്കൊന്ന് പോയി കാണാം. അധികം ചിലവുകളൊന്നും വന്നില്ല. പക്ഷെ നമ്മൾ എന്താ പറയുക, ഇടയ്ക്കൊക്കെ ഒരു യാത്ര പോയി ആ ഒരു എൻജോയ് ചെയ്തൊക്കെ വരുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ മടിയുള്ള ആൾക്കാർ, ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ യാത്ര ചെയ്യാനോട് ഇഷ്ടമില്ലാത്ത ആൾക്കാർ, ചിലർക്ക് ഛർദ്ദിക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വേണ്ടി ജസ്റ്റ് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതാണ്ട് നമ്മുടെ എന്താ പറയുക, അശോകസ്തംഭത്തോടുകൂടി നിൽക്കണം നമ്മുടെ ഇന്ത്യയുടെ ലാസ്റ്റ് എൻഡ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കുക, അതൊക്കെ ഒരു നമുക്ക് എന്താ ഒരു അടിപൊളിയല്ലേ. അപ്പോൾ ഇത് ഞങ്ങളുടെ കൂടെ ഉണ്ടായ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇവരൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ഇനി വന്ന് ചിലപ്പോൾ വേണമെങ്കിൽ അവർ ഇത് ഇപ്പോൾ കണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ അവർ വരില്ല. അപ്പോൾ അവർക്കൊക്കെ ഒരു മെമ്മറി ആയിട്ടിരുന്നുണ്ട് ഇതൊക്കെ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ വീഡിയോയിൽ അവർ ഇന്ന സ്ഥലത്ത് ഞാനും ഇതുകൊണ്ടാണ് കൂടുതൽ വീഡിയോ ഒക്കെ ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്യണം കേട്ടോ. കാരണം ഞങ്ങളൊക്കെ പണ്ട് യാത്ര ചെയ്തിരുന്ന ആൾക്കാരാണ്. എല്ലാ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ സേവ് ചെയ്ത് ഇങ്ങനെ വെച്ച് ഇപ്പോഴും സീഡികളായിട്ടൊക്കെ ഒരുപാട് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ സീഡികളൊന്നും ഇപ്പോൾ വർക്കിംഗ് അല്ല.
അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഇതേപോലെയൊക്കെ നമുക്കൊരു മെമ്മറി ആയിട്ട് ഇവിടെ കിടക്കാവോ, എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് അവിടെ നമ്മുടെ ഇത് പ്ലാറ്റ്ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും അത് സേവായി അവിടെ നല്ല ക്ലാരിറ്റിയോടുകൂടി അവിടെ കിടന്നോളും, ഒരു മങ്ങലയാക്കാതെ. അപ്പോൾ അതിന് വേണ്ടിയാണ് കൂടുതലായിട്ട് നമ്മളൊരു വീഡിയോ പോകുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ ഈ വീട്ടിൽ നിങ്ങളായാലും ചെയ്യാം, നിങ്ങൾ പോണ യാത്രകളായാലും നിങ്ങൾ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതൊരു എന്തെങ്കിലും ഒരു കാലത്ത് നമുക്ക് ഉപകാരപ്പെടും, നമുക്ക് ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റും കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ഒരു 4 മണിക്ക് എന്തോ മുൻപ് അവിടെ നിന്ന് കവർ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. അവിടെ റോഡ് അടയ്ക്കുമെന്ന് എന്തോ നമ്മുടെ കണ്ണൻ പറയണ്ടായിരുന്നു, ഡ്രൈവറാണ് നമ്മുടെ വണ്ടിയുടെ. അപ്പോൾ അവൻ പറയണ്ടായിരുന്നു. അപ്പോൾ അത് ഇത് നമ്മുടെ കൂട്ടത്തിലുണ്ടായ ഒരു ചെറിയൊരു താരമാണത്. ഇപ്പോൾ 2 വീലറിനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് അവിടെ. അതേപോലെ തന്നെ അത് ഇവർ നമ്മുടെ ഒരു അച്ചാരാണ്. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഞാൻ കുറേ വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മൾ ഈ ചേട്ടൻ നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുത്തെ യാത്രയൊക്കെ അവസാനിച്ച് നമ്മൾ ഇനി ഞങ്ങൾ പഴനിക്കാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. നമുക്ക് പഴനിയിലൊന്നും നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാനുള്ളൊരു അവിടെ ഇല്ല. കാരണം ക്യാമറകളൊക്കെ അവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ക്യാമറ ഒന്നും ഇനി എങ്ങും കയറ്റാൻ പറ്റില്ല. ഇനി ഇവിടെ ആയാലും എവിടെ ആയാലും എല്ലാവരും അത് ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്നതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യണ്ട. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ വെള്ളം കണ്ട ഇവിടെ ഒരു സംഗമമുണ്ട്. 2 കടലുകളും തമ്മിൽ ഇവിടെ വന്ന് കൂട്ടിമുട്ടുന്ന സ്ഥലമുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഭയങ്കര ആഴമുണ്ട്. ആ കളർ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. പക്ഷേ ഭയങ്കര ശക്തമായിട്ട് തിര അടിക്കേണ്ടത് ഈ സൈഡിൽ നിന്ന് അടിക്കേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ സൈഡിൽ സൈലൻ്റ് ആണ്. അവിടെ ഇങ്ങനെ ഒരു ചെറുതായിട്ട് മാത്രം നടക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളിക്കുള്ള അകലെ എന്നുള്ളൊരു വ്യൂ ഉണ്ട്. അത് ഇതെങ്ങനെയാണ് അവിടുത്തെ സംഭവം. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവിടെ. ഒരുപാട് ആൾക്കാർ ഇത് കാണാനായിട്ട് വരുന്നുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർ ഒരു ദിവസം വരുന്നുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ ഒത്തിരി കുറച്ച് വൈകിയായിരുന്നു. അവിടെ ഒരു ബീച്ചൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ആ സ്കൂളിൻ്റെ ഒക്കെ ഗ്യാപ്പിൽ ഒരു പള്ളിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഗ്യാപ്പിലോട്ട് ഒരു ബീച്ചൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളി ഒരു കടപ്പുറവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എത്രയോ ആൾക്കാരവിടെ ഇതേപോലെ ഒരു അപകടത്തിൽ മരിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കണക്ക് പ്രകാരം അന്നത്തെ കണ്ടീഷനിൽ 1500 പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാമ്പം പാലത്തിലൂടെ ഒരു ട്രെയിൻ വരെ ആ ട്രെയിൻ പോയി കിടപ്പും എല്ലാം കൂടെ വിളിച്ചു പോയിട്ടുണ്ട്. 150 പേരോ എന്തോ യാത്രക്കാരൊക്കെ ആയിട്ട് മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു അവിടെ ഒരു ഇതുണ്ട്. അങ്ങനെ ഒരു ചരിത്രമല്ല എന്താ പറയുക, ഒരു അപകടം അവിടെ പണ്ട് നടന്നിട്ടുണ്ട്. 1964 എന്ന് പറയുമ്പോൾ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ സുനാമിക്കൊന്നും ഒന്നും പറ്റിയില്ലെന്ന് പറഞ്ഞിട്ട്. സുനാമിക്ക് ഒന്നും പറ്റിയില്ലെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം ഒരു 500 മീറ്ററോളം വലിഞ്ഞു പോയിരുന്നു. അപ്പോൾ ആ പണ്ടത്തെ ഒരു കാലഘട്ടം അവിടെ കാണാൻ പറ്റിയെന്നാണ് പറയുന്നത്. കാരണം അവിടുത്തെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കടലിനടിയിലുണ്ട്. ബിൽഡിങ്ങുകളായാലും എല്ലാം അവിടെ കാണാൻ പറ്റിയെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ വണ്ടി ഇതാണ് കേട്ടോ. ഓക്കെ.